സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ നമുക്ക് നൽകിയ അവന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് നന്മകൾ ചെയ്യുവാൻ ചില പ്രത്യേക സീസണുകൾ, ചില പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ച് നൽകി എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി, പരലോകത്തേക്ക് ഒരുപാട് സമ്പാദിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക സമയങ്ങൾ, നന്മകൾക്കുള്ള പ്രത്യേക അവസരങ്ങൾ നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇമാം അത്ബറാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്അലുൽ ഖൈറ ദഹറകും വതഅറദു ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ ആയുസ്സിന്റെ കാലയളവിൽ പരമാവധി നിങ്ങൾ നന്മകൾ ചെയ്യുക. വതഅറദു ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ദാനങ്ങളെ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. കാരണം ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിർ റഹ്മതിഹി യുസീബു ബിഹാ മൻ യശാഉ ബിൽ ഇബാദി. അല്ലാഹുവിന് അവന്റെ കാരുണ്യത്തിൽ നിന്ന് ചില ദാനങ്ങളുണ്ട്, അത് അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അവൻ നൽകുകയും ചെയ്യും. അപ്രകാരം ആർക്കെങ്കിലും അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ ദാനം വന്നു ലഭിച്ചാൽ അതിനുശേഷം പിന്നെ അവൻ ഒരിക്കലും നശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ദാനം എന്നാൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളാണ് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഇത്തരം അവസരങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നശിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, അല്ലാഹു യുആഖിബു മൻ ഫതഹ ലഹു ബാബൻ മിനൽ ഖൈരി ഫലം യൻതഹിസ്ഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുത്തു. നന്മകൾ യഥേഷ്ടം ചെയ്യാനുള്ള വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന് തുറന്നു കൊടുത്തു. പക്ഷെ ഫലം യൻതഹിസ്ഹു, അവൻ അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമെന്നാണ്. അവർക്കുള്ള ശിക്ഷ എന്താണ്? ബിഅയ്യഹൂല ബൈന ഖൽബിഹി വ ഇറാദതിഹി ഫലാ യുമക്കിനുഹു മിൻ ഇറാദതിഹി ഉഖൂബതൻ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാൻ അവസരം കൊടുത്തിട്ടും അത് ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്കുള്ള ശിക്ഷ എങ്ങനെയാണ്? അവരെ ഹൃദയങ്ങൾക്കും അവരുടെ ഉദ്ദേശങ്ങൾക്കും ഇടയിൽ അള്ളാഹു മറയിട്ട് കളയുമെന്നാണ്. അവൻ ആ അവസരം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് തന്നെ പിന്നീട് ഒരിക്കൽ അവൻ ആഗ്രഹിക്കുകയാണ്, നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശത്തിനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ മറയിടും. അത് ഉഖൂബത്തൻ ലഹു, അവനുള്ള ശിക്ഷയാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയണം, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വിളിച്ചു കഴിഞ്ഞാൽ, അവന്റെ റസൂൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം നൽകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹീകും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ, അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം കൊടുക്കുക. കാരണം വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്കും അവന്റെ ഹൃദയത്തിനും ഇടയിൽ മറയിടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നന്മകൾക്കുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്, നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് സീസണുകളുണ്ട്. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ പിന്നീട് നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് നന്മകൾ ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. സഹോദരങ്ങൾ, എപ്രകാരം നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം പരിശ്രമിക്കേണ്ട, അങ്ങേയറ്റം മുതലെടുക്കേണ്ട, അങ്ങേയറ്റം ഉപകാരപ്പെടുത്തേണ്ട അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ദാനമാണ്, നന്മകൾക്കുള്ള വലിയ അവസരമാണ് ഈ റമദാൻ എന്നുള്ളത്. അത് നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ, പ്രയോജനപ്പെടുത്തിയാൽ നമുക്കൊരിക്കലും നാശം സംഭവിക്കുകയില്ല. പക്ഷേ അത് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ഒരു അപകടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും.